നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അവതാരമിങ്ങ് അടുത്തെത്താറായിരിക്കുകയാണ്. ദേവന്മാരുടെ സ്തുതിയാണ്, വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മാദി ദേവന്മാർ ചെയ്യുന്ന സ്തുതിയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്തുതി വളരെ അർത്ഥവത്താണ്, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ശ്രദ്ധയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. ഭാഗവത ഗ്രന്ഥങ്ങളുടെ ശ്രവണം എത്രയധികം ഫലമാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയുകയില്ല. മനസ്സിലുള്ള രാഗാദി ദ്വേഷങ്ങളെല്ലാം അകന്ന് മനസ്സ് നിർമ്മലമാക്കാൻ ഇതിൽ പരം വേറൊരു പ്രക്രിയ ഇല്ലതാനും. ഇത് അനുഷ്ഠിക്കുന്നവർക്ക്, ശ്രദ്ധ വളരെയധികം ഇതിന് കൊടുക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം പോയി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്യാനന്ദം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഇതിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ദേവന്മാരുടെ സ്തുതിയിൽ അടുത്ത 32ാമത്തെ ശ്ലോകമാണ് ദശമസ്കന്ധത്തിൻ്റെ പൂർവാർദ്ധത്തിലെ. യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിന അഭാവാദ്വിശുദ്ധബുദ്ധയ ആരുഹ്യഗൃഷ്ട്രേണ പരം പദം തഥാ പദന്ത്യധോ അനാദൃത ഉഷ്മദംഗ്രയ. യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയി അസ്തഭാവാത് അവിശുദ്ധബുദ്ധയ ആരുഹ്യഗൃഷ്ട്രേണ പരം പദം തതഃ പദന്ത്യധോ അനാദൃത ഉഷ്മദംഗ്രയ എന്നുള്ള ശ്ലോകം ദേവന്മാരുടെ സ്തുതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അരവിന്ദാക്ഷ, ഈ ജ്ഞാനികൾക്ക് ഭഗവാനെ ഭജനം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. കാര്യം, ഭഗവാനായിട്ട് വിഷ്ണു ഭഗവാൻ കൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചു, രാമനായിട്ട് അവതരിച്ചു, മറ്റവതാരങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ എല്ലാ അവതാരങ്ങളും വളരെ ദുഃഖമുള്ളതാണ്. വളരെയധികം ക്ലേശം സഹിക്കുന്നുണ്ട് അവതാരങ്ങളെല്ലാം. അപ്പം പിന്നെ ഇവരെ ഭജിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ജ്ഞാനികളുണ്ട്. അതിൽ പരം തത്വചിന്തയാണ് പ്രധാനമെന്ന് പറയുന്നതിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. തത്വചിന്തകന്മാർക്ക് കേവലമായ അന്ധക്കരണശുദ്ധി ഇല്ലാതെ വരുന്ന അവസരത്തിൽ കേവലജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും അന്ധക്കരണത്തെ ശുദ്ധീകരിക്കുന്നതിന് ഇതുപോലുള്ള ഈശ്വര കഥകളുടെ ശ്രവണത്തിനും ഈശ്വര കഥകളുടെ പഠനത്തിനുമൊക്കെ സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വയം അന്ധക്കരണം ശുദ്ധമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വര ഉപാസന ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ ഭാഗവതാദി കഥകൾ എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, അരവിന്ദാക്ഷ താമരക്കണ്ണ, ഏ എന്നെ മറ്റ് ചിലർ, അന്യരായിരിക്കുന്ന ചിലർ, വിമുക്തമാനിന മുക്തന്മാരായി ഇനി ഒന്നുമില്ല ഭാവിക്കുന്നതായി ഭവിക്കുന്നു. ചില ആളുകൾ എല്ലാത്തിൽ നിന്നും മുക്തി നേടി അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയിരിക്കുന്ന വേദവാക്യങ്ങളുടെ ശ്രവണാദികൾ കൊണ്ട് മുക്തി ലഭിച്ചു എന്ന് വിചാരം ചെയ്യുന്ന ചിലരുണ്ട്. അങ്ങനെ വിചാരം ചെയ്യുന്ന ചിലർക്ക് അങ്ങനെ മുക്തി ലഭിച്ചു എന്നുള്ള വിചാരമാർഗത്തിൽ മാത്രം ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവർ വിമുക്തന്മാരായി, ഇത് കേട്ട ഉടനെ തന്നെ മുക്തന്മാരായി ഭവിക്കുന്നു. ത്വയി നിന്തിരുവടിയിൽ അസ്തഭാവാത്, ഭഗവാനിൽ ഭക്തിയില്ലാത്തതിൻ്റെ കാരണത്താൽ, ഭഗവാനിലുള്ള ഭക്തിയില്ല, തത്വവിചാരത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് അതിൽ മാത്രം മനസ്സിരുത്തി മനസ്സിലെ മാലിന്യങ്ങളൊന്നും കഴുകിക്കളയാതെ അതിൽ മാത്രം അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലാണ്ട് ഭഗവാനിൽ ഭക്തിയില്ലാത്ത കാരണത്താൽ അവിശുദ്ധ ബുദ്ധിയ, അവരെല്ലാം അശുദ്ധമതികളായി ഭവിക്കുന്നു. അവരിലെല്ലാം അശുദ്ധമതിത്വം ഉണ്ടെന്നർത്ഥം. എന്താ, അഹങ്കാരാദികളൊന്നും പരിപൂർണമായിട്ടും നശിച്ചില്ല, ബ്രഹ്മാകാര വൃത്തിത്വം എത്തിയിരുന്നില്ല. പക്ഷേ ശ്രവണം, വേദത്തിൻ്റെ ശ്രവണം നടത്തിയിട്ടുണ്ട്.
ആവശ്യത്തിനധികം അതിനെ ഉരുവിട്ട് പഠിച്ചിട്ടുണ്ട്, മനനം ചെയ്തിട്ടുണ്ട്. വിചാരത്തിൻ്റെ ലക്ഷ്യമായ മോക്ഷപദം മാത്രമില്ല. എന്തുകൊണ്ട്? ഇവിടെ വിശുദ്ധിയില്ലാത്തതുകൊണ്ട് അശുദ്ധമതികളായി അവർ ഭവിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് അശുദ്ധമതികളാണ്. അനാദൃത ഉഷ്മദഗ്രഹ, നിന്തിരുവടിയുടെ പാദത്തെ ആദരിക്കാത്തവരായിട്ട്. ഭഗവാന്റെ പാദത്തെ അവർക്ക് ഒരു ആദരവുമില്ല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ ജനിച്ചപ്പോഴും ദുഃഖമുണ്ട്, സുഖമുണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ വിചാരം ചെയ്ത് എന്നൊക്കെ ഉത്തരം ഇപ്പോൾ പറയും. അങ്ങനെ വിചാരം ചെയ്ത് അനാദൃതരായിട്ട്, ആദരിക്കാത്തവരായിട്ട് ഭരം, ശ്രേഷ്ഠമായ പദം, സ്ഥാനത്തെ കൃച്ഛ്രേണ, പ്രയാസപ്പെട്ട് ആരൂഹ്യ, കയറിയിട്ട് തതഹ, പിന്നെ അധഹ, താഴത്തേക്ക് പതന്തി വീഴുന്നു. വളരെയധികം വിചാരമാർഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ചെങ്കിലും ലക്ഷ്യമില്ലാതെ അലക്ഷ്യസ്ഥാനത്തിലേക്ക് മാത്രം പോകാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? അവർ ഭഗവാന്റെ പാദത്തെ ഭജിച്ച് നിർമ്മല ബുദ്ധികളായില്ല, അശുദ്ധ ബുദ്ധികളായി എന്ന് ഇവിടെ നേരത്തെ പറഞ്ഞു, അവിശുദ്ധ ബുദ്ധിയ എന്നുള്ള പദം കൊണ്ട്. അങ്ങനെ അശുദ്ധ ബുദ്ധികളായതുകൊണ്ട് അവർക്ക് ഭഗവത് അനുഗ്രഹം ലഭിക്കാതെ വന്നതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? വീണ്ടും ആ പ്രയാസപ്പെട്ട് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേർന്നെങ്കിലും അവിടെ എത്താതെ പിന്നെയും എന്തു വന്നു? താഴത്തേക്ക് പതിച്ചു പോയി. അവരങ്ങനെ താഴത്തേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ശരീരാഭിമാനം വിട്ട് ശരീരമല്ല ആത്മാവാണ് നിത്യമെന്ന് വിചാരം ചെയ്യുന്നെങ്കിലും ആ ശരീരാഭിമാനത്തെ പരിപൂർണമായിട്ടും ത്യജിക്കാതെ അതിനെ ഇഹലോകത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും ഒപ്പം മറ്റുള്ള വേദാന്ത വിചാരമാർഗങ്ങളിൽ ചരിക്കുന്നതായിട്ട് സ്വയം ചരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ഈ അവസ്ഥ എന്താ? കുറേ കാലം ഇങ്ങനെ വേദാന്ത വിചാരം ചെയ്ത് മനസ്സ് ശുദ്ധിയാകില്ല. മനസ്സ് ശുദ്ധിയാകാൻ ഒറ്റയൊരു വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്തിരുവടിയുടെ പാദത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആദരിക്കുകയല്ല, ആശ്രയിക്കുക. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, ആശ്രയിക്കുക ഭഗവാന്റെ പാദത്തെ. എത്രയധികം പുസ്തകം പഠിച്ചാലും എത്രയധികം ഗ്രന്ഥങ്ങൾ നമ്മൾ ഉരുവിട്ടാലും ശരി, ഭഗവത് അനുഗ്രഹമില്ലാതെ മുക്തി ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നിരൂപണം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ആവശ്യാനുസരണം ജപവും ധ്യാനവും ഒക്കെ ചെയ്തു കൊള്ളുക. മുക്തിക്ക് അത് തന്നെ കാരണം. ഓം നമോ നാരായണ.